പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിൽ ആശ്രയിച്ചൊരു പാട്ട് പാടുവാൻ, ഹിന്ദി പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. ईशु प्यार का सागर, सागर दया का तू है। ईशु प्यार का सागर, सागर दया का तू है। तेरे प्यार के सागर में हम तैरना चाहते हैं। तेरे प्यार के सागर में हम तैरना चाहते हैं। यीशु प्यार का सागर, सागर दया का तू है। परमेश्वर होने पर भी तू मानव रूप धारण किया। परमेश्वर होने पर भी तू मानव रूप धारण किया। प्रभु तेरे इसी प्यार ने हमको दीवाना बनाया। प्रभु तेरे इसी प्यार ने हमको दीवाना बनाया। यीशु प्यार का सागर, सागर दया का तू है। यीशु प्यार का सागर, सागर दया का तू है। गहराई मिले सागर की, ऊंचाई मिले आसमान की। गहराई मिले सागर की, ऊंचाई मिले आसमान की। पर कोई नाप न पाएगा गहराई तेरे प्यार की। पर कोई नाप न पाएगा गहराई तेरे प्यार की। यीशु प्यार का सागर, सागर दया का तू है। यीशु प्यार का सागर, सागर दया का तू है। तेरे प्यार के सागर में हम तैरना चाहते हैं। तेरे प्यार के सागर में हम तैरना चाहते हैं। यीशु प्यार का सागर, सागर दया का तू है। यीशु प्यार का सागर, सागर दया का तू है. സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സാഹചര്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 23-ാം തീയതി 7 ദിവസത്തെ ഫാസ്റ്റിംഗ് എടുക്കുവാൻ ദൈവകൃപയാൽ ദൈവം എന്നോട് ഇടപെട്ടതനുസരിച്ച് 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ എടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു.
അതിനകത്ത് മെയിൻ വിഷയം ഇതായിരുന്നു, വചനത്തിൻ്റെ പ്രകാശം എനിക്ക് ലഭിക്കണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള വിഷയമായിരുന്നു. ദൈവസന്നിധാനത്തിൽ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. മെയിൻ വിഷയം അതായിരുന്നു. അതിനോടുകൂടി അനേക വിഷയങ്ങളെ ഡയറിയിൽ എഴുതി, പക്ഷേ മെയിൻ വിഷയം ഇതായിരുന്നു. ദൈവം ആ സമയങ്ങളിൽ എന്നോട് ഇടപെട്ടു. പക്ഷേ ശരീരമായിട്ട് വളരെ പ്രയാസം നേരിട്ടു. എങ്കിലും എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് എനിക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഫുൾ ഫാസ്റ്റിംഗ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടി. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ സാക്ഷ്യം പറയുന്നതായിരിക്കും. എന്നാൽ ഈ ഫാസ്റ്റിംഗ് പൂർത്തീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടിയെങ്കിലും ദൈവം എനിക്ക് കൃപ ചെയ്തു. കാര്യം ദൈവത്തിൻ്റെ ആലോചനയാലായിരുന്നു ഞാൻ ഈ ഫാസ്റ്റിങ്ങിന് വേണ്ടി ഇരുന്നത്. ദൈവം അതിനെ സഹായിച്ചു. അതിന് ശേഷം കർത്താവിൻ്റെ സന്നിധാനത്തിൽ വെച്ച വിഷയത്തിന് ദൈവം വളരെ മറുപടി തന്നു. അത് വചനത്തിൻ്റെ പ്രകാശം ലഭിക്കാനൊക്കെയും ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ ഈ കാലയളവിൽ കർത്താവ് എന്നോട് ഇടപെട്ടത് ദൈവവചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നുള്ളത് ദൈവം എന്നോട് ഇടപെട്ടു. അതുകൊണ്ട് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള വിഷയം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ ആലോചന എനിക്ക് തന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഛത്തീസ്ഗഡ് ബിലാസ്പൂരിലാണ് താമസിക്കുന്നത്. വെളിയിൽ പോയി ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങൾ ആരോടും പറയുവാൻ കഴിയുകയില്ല. വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു സമയമാണ്. അനേക ദൈവദാസന്മാരെ കേസിൽ കൊടുക്കുകയും വളരെ പ്രശ്നങ്ങളൊക്കെയുള്ള സമയമാണ്. അപ്പം നമുക്ക് ഉള്ള ഒരേ ഒരു വഴി മീഡിയയിൽ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ ദൈവവചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആരെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ജനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആ ദൈവവചനം കേൾക്കുകയും ദൈവം അവിടെ പ്രവർത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങാം 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ, സ്പിരിച്വൽ റെസലേഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിരുന്നത്. അത് ഞാനല്ല ഉണ്ടാക്കിയത്, ഞങ്ങളുടെ പാസ്റ്റർ എന്നോട് ഞാൻ പറഞ്ഞ് ചാനൽ ചാർട്ട് ചെയ്ത് വെച്ചതാണ്. ജസ്റ്റ് ഒരു പേരിട്ട് അത് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് റെക്കോർഡ് ചെയ്യുന്ന വിഷയമോ അത് അപ്ലോഡ് ചെയ്യുന്ന വിഷയമോ ഒന്നും തന്നെ എനിക്കറിയില്ല. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആദ്യ സമയങ്ങളിൽ 1-2 കുറേ എഴുതി വിഷയങ്ങളൊക്കെ എഴുതി അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട് നേരിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിച്ചതൊന്നും ഓർത്ത് വരുന്നില്ലായിരുന്നു. അങ്ങനെ വളരെ പ്രയാസമുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. ഇപ്പോൾ 1 മാസമേ ആയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 2-3 വീഡിയോ റെക്കോർഡ് ചെയ്തു. വളരെ ശരിക്കും അത് നമ്മുടെ ബുദ്ധിയിൽ അത് വളരെ പ്രയാസം നേരിടുന്നു. അത് ഓർത്ത് വരുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെയും ഞാൻ പിറ്റേ ആഴ്ചയിൽ ദൈവസന്നിധാനത്തിൽ ഒരു ദിവസം ഈ വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ചില വചനങ്ങളാൽ എനിക്ക് ഈ വിഷയത്തെ കൺഫേം ചെയ്തു തന്നു. ആ വചനം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധാനത്തിൽ വിഷയം വെച്ച് അതും ഞാൻ ഡയറിയിൽ എഴുതിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ വിഷയങ്ങളെ എന്താണെന്ന് കൺഫേം ചെയ്ത് ദൈവത്തോട് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. ഡയറിയിൽ എഴുതി വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മെയിൻ വിഷയം എന്താണ് പറയണം. അതിനോടുകൂടി നമുക്ക് ഒരുപാട് വിഷയം ഉണ്ടാകും, പക്ഷേ ദൈവത്തോട് പറയണം മെയിൻ വിഷയം ഇതാണ് കർത്താവേ, നീ ഈ വിഷയത്തിൽ ഇടപെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഞാൻ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മെയിൻ വിഷയം ആത്മീക വിഷയമാണെങ്കിലും അതിനോട് ചേർന്ന് ഒരുപാട് വിഷയം ഞാൻ ദൈവസന്നിധാനത്തിൽ എഴുതി വെച്ചു. കുറഞ്ഞതൊരു 69 വിഷയമെങ്കിലും ദൈവസന്നിധാനത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ അനേക വിഷയങ്ങൾക്ക് മറുപടി കിട്ടി. എന്നാൽ ചില വിഷയങ്ങൾക്ക് ഇനിയും മറുപടി കിട്ടാനുണ്ട്. എൻ്റെ വിശ്വാസമാണ്
ദൈവം തീർച്ചയായിട്ടും ആ വിഷയത്തിന് മറുപടി തരും. പിന്നെ വിശ്വാസത്തോടുകൂടി ഡയറിയിൽ എഴുതിയ വിഷയങ്ങൾക്ക് യേസ് കർത്താവേ ആമീൻ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ വിഷയത്തിനും വിശ്വാസത്തെ പ്രഖ്യാപനം ചെയ്തു. അപ്പം ദൈവം അതിലൊക്കെയും പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിറ്റേ ആഴ്ചയിലും ദൈവസന്നിധാനത്തിൽ ഞാൻ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുത്തു. ആ ഫാസ്റ്റിംഗ് എടുത്ത സമയത്ത് ദൈവം എന്നെ തന്ന വചനമാണ്. ഒന്നുകൂടെ കൺഫേം ചെയ്തു കർത്താവ് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യണമെന്നുള്ളത് ഒന്നുകൂടെ കൺഫേം ചെയ്ത് വചനം എനിക്ക് തന്നു. അപ്പോൾ അതിനകത്തെ വചനം ഇതാണ്, ഫിലിപ്പ് ലേഖനം 1:4. നിങ്ങളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിക്കണം എന്നുള്ള ഒരു വചനമാണ് എനിക്ക് തന്നത്. അപ്പോൾ ആ വചനത്തിൽ എനിക്ക് പിന്നെയും വിശ്വസിക്കുവാനും ഉറയ്ക്കുവാനും കർത്താവ് സഹായിച്ചു. പിന്നെ അതിനോടുകൂടെ ചേർന്ന് കുറേ വചനങ്ങളെ കർത്താവ് എന്നോട് ഇടപെട്ടു. അത് 1:6 നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സ്നേഹത്തിൽ ചെയ്യണം. അതുപോലെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിനാൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള വചനം എനിക്ക് തന്നു. പിന്നെ 1 തെസ്സലോനിക്കർ 1:5 ഒരു വചനം പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടെ പരിശുദ്ധാത്മാവോടുകൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ആ ഒരു വചനം കർത്താവ് എനിക്ക് തന്നു. അതിലെനിക്ക് പിന്നെയും ശക്തി പകർന്നു. പിന്നെ വേറൊരു വചനം തന്നത് 1 തെസ്സലോനിക്കർ 1:8 നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയുവാൻ ആവശ്യമില്ല എന്നുള്ള ആ വചനം എന്നോട് ഇടപെട്ടത് ഇങ്ങനെയാണ്. നമ്മൾ ഇരിക്കുന്ന ലോക്കൽ മുതല സ്ഥലത്ത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. ആ വചനത്തിൽ കൂടെ എനിക്ക് ഒരു കൺഫേം കിട്ടി. കർത്താവ് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ കൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നു എന്നുള്ള വചനം. ഇങ്ങനെ 2-3 വചനത്തിൽ കൂടെ കർത്താവ് എനിക്ക് കൺഫേം ചെയ്തു തന്നു. ഞാൻ പിന്നെ ദൈവത്തോട് അന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ നീ എനിക്ക് ധൈര്യം തരണം, ഉറപ്പ് തരണം, റെക്കോർഡ് ചെയ്യുമ്പോൾ മറന്നു പോകാതെ ചെയ്യുവാനുള്ള കൃപ പകരണം. ഇങ്ങനെയൊക്കെയും ദൈവത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം വളരെ ധൈര്യവും ഉറപ്പും കർത്താവ് എനിക്ക് തന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സഭാ കമ്പം ഉണ്ടല്ലോ, ആ കമ്പമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് കർത്താവ് മാറ്റി തന്നു. ദിവസങ്ങളിൽ അതിനുവേണ്ടി പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ആരംഭം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സുവിശേഷ വേലയിൽ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ആരംഭിക്കാൻ പലപ്പോഴും വളരെ തടസ്സം നേരിടും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് തുടങ്ങുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ ഒരു കമൻ്റായിട്ട് ഒരു ആമീൻ ഇട്ട് കഴിഞ്ഞാലോ ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞാലോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പുഷപ്പ് പോലെ അത് അനേകർ കാണാനിടയാകും. നിങ്ങളും എൻ്റെ ഈ സുവിശേഷ പ്രസംഗത്തിൽ സുവിശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൽ ഒരു പങ്കാളിയായി തീരും. നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ദൈവം അധികമായിട്ട് പിന്നെ എന്നെ പ്രയോജനപ്പെടുത്തേണ്ടതിന് പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ അനുഭവം അനുഗ്രഹമായി തീരട്ടെ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരു ഹിന്ദി പാട്ട് ഇതിനകത്ത് പാടിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. അതുപോലെ ആ സമുദ്രത്തിൻ്റെ
അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമുക്കത് അളക്കുവാൻ കഴിയില്ല. ആ സ്നേഹത്തിൽ നമുക്ക് നിറഞ്ഞ് കവിയുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ അനുഗ്രഹങ്ങളും അത്ഭുത പ്രവൃത്തികളും അനേകർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഷുഗറിൻ്റെ രോഗമുണ്ടായിരുന്നു, ബ്ലഡ് പ്രഷറിൻ്റെ രോഗമുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കർത്താവ് സൗഖ്യം തന്ന വിഷയം ഞാൻ പിന്നെയും ഒരു സാക്ഷ്യമായിട്ട് യൂട്യൂബിലിടാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മഹിമ മഹിമ, സ്തുതി 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 സ്തുതി. രക്തം ജയം, യേശുവിൻ്റെ നാമം ജയം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അടുത്തു വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അടിയൻ്റെ വീഡിയോ കാണുന്ന എല്ലാ നിൻ്റെ മക്കളെയും നിൻ്റെ സന്നിധാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയൻ്റെ ഈ യൂട്യൂബിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് അനേക ദൈവമക്കൾക്ക്, അനേക ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായി തീരട്ടെ. ഹല്ലേലൂയ. പേടിയും ഭയവും എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് മാറി ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് അവരുടെ എല്ലാ വിഷയത്തിന്മേലും ദൈവം പ്രവർത്തിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.